ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ആർക്കും വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, ബ്യൂട്ടി പാർലറിലോ മറ്റോ ഒന്നും പോകാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 2-3 സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം, എങ്ങനെ ചെയ്യണം, എന്താണ് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഓട്സ് ആണ്. ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും എടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു ലെവലിൽ പൊടിഞ്ഞ് വന്നാൽ മതി, ഓവറായിട്ട് പൊടിച്ചെടുക്കണ്ട. ഓട്സ് ഇല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടി എടുത്താലും മതിയാവും. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതിന് കണക്കായിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പാലെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പനിനീരാണെങ്കിൽ പനിനീരെടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് പച്ചവെള്ളമാണെങ്കിൽ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സാക്കിയതിന് ശേഷം അത് നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് മുഖമൊന്ന് ക്ലീനാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്തിട്ട് അധിക നേരം മുഖത്ത് വെക്കണമെന്നില്ല. അപ്പോൾ തന്നെ നല്ല വൃത്തിക്കൊന്ന് കഴുകി കളയാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് 2 അതുപോലെ തന്നെ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഓട്സ് പൊടിച്ചതെടുക്കുക. അതിലേക്ക് അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ തേനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. തേന് നിങ്ങളുടെ സ്കിന്നിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ എഗ് വൈറ്റ് എടുത്താലും മതി. അതും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കത് മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. മുഖം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. ഇത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം. 5 മിനിറ്റ് നേരം ചെയ്താൽ മതി. 5 മിനിറ്റ് നേരം സ്ക്രബ് ചെയ്തിട്ട് ഇതും നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. അടുത്തതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. അതിന് ഇതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓട്സിൻ്റെ പൊടി, ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി, അതിൻ്റെ കൂടെ കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് തേന്, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നിങ്ങളത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് അത് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ട് ലഭിക്കും. ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടിയാൽ മതി. നന്നായി ലൂസായി പോകാൻ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ മുഖത്ത് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കാം. സ്ക്രബ് ചെയ്യുന്നത് പോലെ ഓവർ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് പുരട്ടി വെച്ചാൽ മതി. ഒരു 1/4 മണിക്കൂർ നേരം ഇത് നമ്മുടെ മുഖത്ത് വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ മതി. കഴുകി കളയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ മതി. നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 തവണ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇങ്ങനെയുള്ള ഓരോ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും അതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട് എന്ന് ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി ടിപ്പായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.